ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ചിക്കൻ പോളയുടേതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബോൺലെസ് ചിക്കനാണ് കേട്ടോ, ഒരു 400 ഗ്രാം എടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഒരുപാടൊന്നും ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. അതിലോട്ട് ഒരല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ അതിലേക്കൊരു 3 ചെറിയ സവോള കനം കുറച്ച് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ സവാള ആയതുകൊണ്ട് 3 എണ്ണം എടുത്തിട്ടുണ്ട്, വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലോട്ടൊരു 4 പച്ചമുളകും ഒരു 5 വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ടെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്കൊരല്പം കറിവേപ്പിലയും മല്ലിയിലയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു കഷ്ണം ക്യാപ്സിക്കം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, അത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയാൽ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതാ ഞാൻ ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഞാനപ്പോൾ കുറച്ച് കൂടുതൽ മസാല ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, കാരണം ഞാൻ 2 പോളയാണ് ഉണ്ടാക്കുന്നത്, അതിനായിട്ടാണ്. ഈ മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. 2 മുട്ടയുള്ളൂ കേട്ടോ അതിനാവശ്യമായിട്ടുള്ളത്, കൂടുതൽ മുട്ടയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ 2 മുട്ട ചേർത്താൽ തന്നെ നല്ലവണ്ണം പൊങ്ങി നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. ഇനി ഇതിലോട്ട് 1 കപ്പ് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 കപ്പ് പാലും ഒരു 1/2 കപ്പ് റിഫൈൻഡ് ഓയിലും ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കപ്പിന് പകരം ഗ്ലാസ് ആണെങ്കിൽ അതേ അളവിലെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ബ്ലെൻഡ് ചെയ്തെടുത്താൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ മാവ് ഉണ്ടാവുക. ഒരു പാനിലേക്ക് ഒരല്പം നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യോ അതല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു പകുതി ഭാഗത്തോളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പാനൊന്ന് ചൂടായിട്ട് വേണം കേട്ടോ ഫ്ലെയിമിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതാ ഈ മിക്സ് ഉണ്ടല്ലോ ചിക്കൻ്റെ, അത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. നല്ല സൈഡ് ഭാഗത്തിലോട്ട് ചേർത്ത് കൊടുക്കരുത്, ഈ ഒരു സൈഡ് ഭാഗം ഒഴിവാക്കിയിട്ട് വേണ്ട ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ അടിഭാഗത്താണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. മുകൾ ഭാഗം കുറച്ച് കനം കുറച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനിതിൻ്റെ മുകളിലോട്ടൊരല്പം മല്ലിയിലയും പിന്നെ ക്രഷ് ചെയ്ത ചിക്കനിൽ നിന്ന് ഒരു 4-5 പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അത് അതിൻ്റെ ഇടയിലൂടെ ഒരു ചിക്കൻ പീസ് ഇടയിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊരു പാനിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാം, അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 25 മിനിറ്റ് ആയപ്പോഴത്തേനും ഇത് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് ആ പാനില്ലേ അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ആ ചൂടിൽ തന്നെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മേൽവശം ഒന്ന് സെറ്റായി കിട്ടാനാണ് കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി വീണ്ടും ഈ പ്ലേറ്റിലോട്ട് തന്നെ മാറ്റാം. ഇത് കണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒക്കെ നല്ലവണ്ണം സെറ്റായി വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 കോഴിമുട്ടയൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്